ഈ കാലഘട്ടത്തിന് ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന, ഏറ്റവും പ്രത്യേകിച്ച് ഭാരതീയന് പറയാൻ കഴിയുന്ന മദർ തെരേസയുടെ തിരുനാൾ ദിനമാണിന്ന്. കർത്താവിൻ്റെ കരുണയുടെ മുഖം വാനോളം ഉയർത്തിയ ഒരു വലിയ പുണ്യവതിയുടെ തിരുനാൾ. ഈ ദിനത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് നാം കാണുക. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പോകുന്നവനോട് ആഴങ്ങളിലേക്ക് വലയിറക്കാൻ ആവശ്യപ്പെടുകയും സമൃദ്ധി സമ്മാനിക്കുകയും ചെയ്യുന്ന ദൈവം. ജീവിതത്തിൽ ദൈവത്തെ, ക്രിസ്തുവിനെ അനുസരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹത്തിന്റെ പുതിയ നിറവിലേക്കാണ് മാറ്റപ്പെടുന്നത് എന്ന് കൃത്യമായി ഈ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യേശുനാഥനെ അനുസരിച്ച ശിഷ്യന്മാർക്ക് അവർക്കാവശ്യമുള്ളതും അതിലധികവും സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു. അവരുടെ ജീവിതത്തിലേക്ക് ഒരു രാത്രിയുടെ അധ്വാനം മുഴുവനും ഒരു വാക്കുകൊണ്ട് ഇല്ലാതാകുകയാണ് ചെയ്തത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന മനുഷ്യനെ സമൃദ്ധിയുടെ മലമുകളിലേക്ക് കർത്താവ് കയറ്റിക്കൊണ്ടുപോകുന്നത് നാം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും സുന്ദരമായത് ഈ അത്ഭുതത്തിന്റെ ഒടുവിൽ ശിഷ്യന്മാർ ചെയ്യുന്ന, ആ വല വലിക്കാനുണ്ടായിരുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. അവർ തങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ യാത്ര പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചത് തങ്ങൾ അന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ ജീവിതം മുഴുവൻ അന്നുവരെ അവർ കൊണ്ടു നടന്നത്, അന്നുവരെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാകേന്ദ്രമായി നിന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന മത്സ്യങ്ങളുടെ സമ്പത്ത് തന്നെയാണ്. ഈ മത്സ്യങ്ങൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തെ അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ യേശുനാഥൻ അത് പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ്. അന്നുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ അനുസരിക്കുകയും ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവന് ഈ ഭൗതികമായ കാര്യങ്ങളൊന്നും പ്രധാനപ്പെട്ടതല്ലാതായി മാറും. അന്നുവരെ അവൻ നെയ്തെടുത്ത സ്വപ്നങ്ങളിൽ നിന്ന് അവൻ പടിയിറങ്ങുമെന്നുള്ളതാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും സുന്ദരമായ കാര്യം. ഒരുപക്ഷെ മീൻ പിടിക്കുന്ന മനുഷ്യന്റെ സ്വപ്നങ്ങൾ മുഴുവനും കടലിൽ നിന്ന് കിട്ടുന്ന ചാകര മാത്രമാണ്. ഒരു വലിയ ചാകര ലഭിച്ചിട്ട് അത് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് ഈ അപ്പോസ്തലന്മാരാകുന്ന മനുഷ്യർക്ക് കഴിഞ്ഞതിന് കാരണം അവരുടെ ജീവിതത്തിന് കർത്താവ് കൊടുത്ത പുതിയൊരു ആഴമാണ്. ജീവിതത്തിന്റെ പുതിയൊരു ആഴവും ദർശനവുമാണ്. നമ്മുടെ ജീവിതത്തിന് ലഭ്യമാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ജീവിതത്തിന്റെ ദർശനങ്ങൾക്ക് കുറെ കൂടി ആഴങ്ങളുണ്ടാവുക. മദർ തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതും ഈ ആഴങ്ങളുള്ള ഒരു കാഴ്ചപ്പാടാണ്. അന്നുവരെ കണ്ടു നടന്ന ഒരു കാഴ്ച, അന്നുവരെ നിരന്തരം കണ്ട കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി അന്നൊരു ദിവസത്തെ കാഴ്ച, തെരുവോരത്തിലിരിക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളായ മനുഷ്യരെ പറ്റിയുള്ള ഒരു കാഴ്ച ജീവിതത്തിന് പുതിയൊരു കാഴ്ചപ്പാട് കൊടുത്തപ്പോൾ, ആഴങ്ങൾ കൊടുത്തപ്പോൾ മദർ തെരേസയുടെ ജീവിതം ഏറെ ഔന്നത്യമുള്ളതായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്തു. നമുക്കിന്നേ ദിവസം അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾക്കും ഔന്നത്യം നൽകണമെന്ന്, നമ്മുടെ ജീവിതങ്ങൾക്കും കുറെ കൂടി അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം.